എൻഗേജ് എന്ന് പറയുന്ന വാതിരപ്പള്ളിയിലെ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ക്രഷ് ഉണ്ടോന്നല്ലേ? ഉണ്ട്, അർജുനെ തന്നെ ക്രഷ് ആയിട്ടുണ്ട്. ബിഗ് ബോസ് കാണാറില്ലായിരുന്നു, പക്ഷെ ഞാൻ പോവോ ഇനി? ഞാൻ പോത്തില്ല. എനിക്ക് ജാസ്മിനെ കളയാൻ താല്പര്യം പറഞ്ഞായിരുന്നല്ലോ. നീ മൈക്കി പറ ജാസ്മിനെ കാണട്ടെ. ശ്രീജിനോടായിരുന്നു ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ഡിപ്ലോമാറ്റിക്കലി സംസാരിക്കണ്ട. ഇത് നമുക്കപ്പോൾ ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഹായ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ കോട്ടയത്ത് ലിനുവിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് വന്ന് ഒരു ചെറിയൊരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് അമൽ എന്നാണ്. അപ്പോൾ അവനും അവൻ്റെ വൈഫിനും ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അമലിൻ്റെ വൈഫിനെയും മാത്രമല്ല, എൻ്റെ കുറച്ച് കോളേജ് ഫ്രണ്ട്സിനെയും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും താണ്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന അമലെ ഹായ് അമലാണ് കല്യാണം കഴിഞ്ഞത്. ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അമലിനെ വിഷ് ചെയ്യുക. അമലുണ്ട്, അമലിന്റെ വൈഫ് ഉണ്ട്, ഇത് വലിഞ്ഞേരിയ നൽകുട്ടൻ. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകേസ് ആണ്. എൻകേസ് പാതിരപ്പള്ളി അല്ലേ. ഇത് വിവേക് ഇവിടുത്തെ സഞ്ചഹ സഹചാരി അങ്ങനെ സാധനം എന്തെങ്കിലും ആയി. ഓക്കെ, അപ്പോൾ വിവേക് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻകേസിൽ ഇവിടെ റൂഫ് ടോപ്പ് ഉണ്ട്. ആ റൂഫ് ടോപ്പിലാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. അവിടെ നമുക്ക് ഫുഡ് മാത്രമല്ല, അതാണ് കിട്ടും. ഓപ്പൺ ബാർ കൂടെയാണ്, ഓപ്പൺ റെസ്റ്റോ ബാർ കൂടെയാണ് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ആരും വെള്ളം അടിക്കുന്നില്ല, ഫുഡ് മാത്രമേ ഉള്ളൂ. വേണോ നിനക്ക്? പിന്നെ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതെൻ്റെ കൂടെ പഠിച്ച അനിൽക്കുട്ടൻ. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാരാണ്. ഇതാണ് അമല്, ഇത് അമലിന്റെ വൈഫ് രാഖി അല്ലേ? രാഖി. രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. അവർ പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ്. അപ്പൊ അവർ വിവാഹം കഴിച്ചേ പ്രേമിച്ചാണ്. ഓക്കെ, ഇത് പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ്. ഇത് സരിൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. സരിന്റെ വൈഫ് ഐശ്വര്യ അടുത്തിരിക്കുന്നു. അവരുടെ ഒരു കുട്ടി. ഇവരും പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ്. പ്രേമിച്ച് വിവാഹം കഴിച്ചത് മാത്രമല്ല, സരിൻ ഐശ്വര്യനെ അടിച്ചുകൊണ്ട് വന്നാണ് വിവാഹം കഴിച്ചതെന്ന് കൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത് ശീർഷനോട് പഠിച്ചതാണ്. ശീർഷയുടെ കോപ്പി അടിച്ചാണ് ഞാൻ ഡിഗ്രിക്ക് ജയിച്ചത്. അതിന് ഒരിക്കൽ കൂടെ ഞാൻ താങ്ക്സ് പറയുന്നു. ഓക്കെ, ഇത് അവരുടെ കുട്ടിയാണ്. ഇവരും പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. ശീർഷയെ പ്രേമിച്ച് വിവാഹം കഴിച്ച ഹസ്ബൻഡ് അവിടെ അറിയിക്കുന്നു. സംഗീത് ഡിഗ്രി ജയിച്ചത് രാജേഷിന്റെ കോപ്പി അടിച്ചാണെന്ന് കൂടെ എനിക്ക് അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഇതെല്ലാം അറേഞ്ച് തന്നത് നമ്മുടെ റസ്വിൻ, അതായത് റസി പർപ്പിൾ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുക. റസിയാണ് നമുക്ക്, റസിയുടെ ഒരു വ്ളോഗിൽ ഞാൻ ഇതിനുമ്പോൾ വന്നിട്ടുണ്ട്. ഒരു ഫുഡ് വ്ളോഗിൽ വന്നിട്ടുണ്ട്. റസിയാണ് നമുക്ക് ഈ സ്ഥലം അറേഞ്ച് തന്നത്. അപ്പോൾ 6 മണിക്കൂർ വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ കുറച്ച് ലേറ്റായി. ഞാൻ വന്നപ്പോഴത്തേക്കും 8 മണിയായി. 8 മണിക്ക് ഞാൻ വന്നുകൊണ്ട് അതിന്റെ തെറി മൊത്തം കേട്ടത് ഇപ്പോൾ റസിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ കയറാം. മുകളിൽ കയറിയിട്ട് ഞാൻ ഇതിന്റെ ഫുട്ടേജ് മൊത്തം, ഇതിന്റെ സ്ഥലങ്ങൾ മൊത്തം കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ നേരത്തെ വ്ളോഗ് ചെയ്ത സമയത്ത് അമലും രാഖിയും പ്രേമിച്ചല്ല, അല്ല സാർ അങ്ങനല്ലേ, അതായത് ഇവര് പ്രേമിച്ചല്ല വിവാഹം കഴിച്ചത് എന്നുള്ളതാണ് ഇപ്പം പറയുന്നത്. പക്ഷേ സാറിന് എന്താണ് ആ മൈക്കൂർ സാറിനോടാ സാരി സത്യമൊക്കെ പറയും. അതായത് ആക്ച്വലി ഇവര് പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാർ തന്നെയാണ്. ഇത് നോക്കി, അമൽ എനിക്ക് പറഞ്ഞത് ഇവര് പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണെന്ന് അറിയിക്കരുത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം ഇത് അറിയും. അപ്പൊ ആ രഹസ്യം പരസ്യമാകും എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ തിരുത്തുകയാണ്. ഇവര് പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാർ തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ ഇവര് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. രാജി അങ്ങനെയല്ലേ? അതുകൊണ്ട് ഇവര് പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണെങ്കിലും സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല അൽക്കൂട്ട, പിന്നെ അൽക്കൂട്ട വിവാഹം കഴിച്ചിട്ടില്ല, പെണ്ണ് വയ്ക്കണം. 4 വർഷം. എടാ നീ സത്യം പറ, എത്ര വർഷം പ്രേമിച്ച കല്യാണം കഴിച്ചത്? പോളാണ്. ഞങ്ങള് പ്രേമിച്ചല്ലടാ ആക്ച്വലി വിവാഹം കഴിച്ചത്. പിന്നെ എങ്ങനെ വിവാഹം കഴിച്ചു? വീട്ടുകാരുടെ സമ്മതത്തോടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ സംഭവിച്ചത്. നിങ്ങൾ ഒരേ കോളേജിൽ പഠിപ്പിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ എഡ്യൂക്കേഷൻ, രാഖി ഫിസിക്സ് ഒരേ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ കോളേജിൽ നിന്ന് കണ്ട് ഇന്റർവ്യൂ ഡിപ്ലോമാറ്റിക്കലി സംസാരിക്കണ്ട. ഇത് കോളേജിൽ നിന്ന് കണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി കട്ട അങ്ങനെ ആയി. ഉണ്ടായിരുന്നു. അൽക്കൂട്ടനെ കണ്ടിട്ട് ആർക്കെങ്കിലും നിഷ്കളങ്കനാണ്, സൽസ്വഭാവിയാണ്, സരസനാണ്. അതെ, താല്പര്യം ഉണ്ടെങ്കിൽ അൽക്കൂട്ടന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി പറയടാ. ഇൻസ്റ്റാഗ്രാം പറയടാ. അനിൽക്കുട്ടൻ ആന്റണി. അല്ല അൽക്കൂട്ടൻ എന്നല്ലേ? നല്ലല്ലേടാ, കല്യാണം നടക്കണ്ടേ? നമുക്കപ്പോ ഫുഡ് അപ്പൊ നമുക്കിവിടെ എൻകേസിൽ ഇവിടെ ഏറ്റവും വലിയ ഇവരുടെ ഒരു യൂണീക്ക് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട്, അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന
ഡൈനിങ്ങിൽ തന്നെ ഒരു ലൈവായിട്ട് ബാർബിക്യൂ സെറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ ഫുഡ് ഇപ്പോൾ വന്നേക്കാം നമ്മളെ? ഇപ്പോൾ വന്നിരിക്കുന്ന ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഇപ്പോൾ ലൈവ് ബാർബിക്യൂ ഉണ്ട്, ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് നമുക്ക് വന്നു. നമ്മളൊരു ക്രീമി മഷ്റൂം സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്, അടിപൊളിയാണ്. സൂപ്പുള്ളായിരുന്നു. പിന്നെ സൂപ്പറാണ്, രാക്കി കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇട്ടുവാ റെസിപ്പി മാത്രമാണ് നമുക്ക് കിട്ടിയത്. ഇതെന്നാ റെസി? ഞാൻ റെഡ് അല്ലത്. അതെന്താന്നല്ലേ, ചിക്കനാണോ മട്ടനാണോ ബീഫാണോ? ഈ ഐറ്റത്തിന്റെ പേരെന്താ? ഞങ്ങൾക്ക് ഒന്ന് പിടിച്ചേ. അല്ലേ ഇത് BDF വേറെ. പിന്നെ അവിടെ വേറെ എന്തൊക്കെ ഐറ്റം ഉള്ള അവിടെ? ഇതിപ്പോൾ ഫിഷാണ്, ഇതിപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, BDF തീർന്നു. എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ കറക്റ്റായിട്ട്, എല്ലാത്തിനും കറക്റ്റായിട്ട്. എടാ ഫിഷ് എന്തോ അമലെ? ഫിഷ് എനിക്ക് തോന്നുന്നു ഇത് കരിമീനാണെന്നാണ് തോന്നുന്നത്. സരിന്റെ കുഞ്ഞിന് ഐശ്വര്യം നോക്കുന്നുണ്ട്, അവൻ ഭാര്യയ്ക്ക് ഭക്ഷണം രണ്ടുപേരുടെയും കുഞ്ഞാകുണ്ട്. അപ്പം ഈ സീനോടെ കാണുമ്പോഴത്തേക്കും അമലിന് ഭയങ്കര ആഗ്രഹമുണ്ട് അമലിന് വാരി കൊടുക്കാൻ. കാരണം അമൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അങ്ങനെ അമൽ ഇപ്പൊ രാഗിക്ക് വാരി കൊടുക്കുന്നതായിരിക്കും. ചെയ്തോളൂ സന്തോഷമാകട്ടെ. കല്യാണം കഴിക്കാത്ത വിവേക് അൽക്കുട്ടിന് വാരി കൊടുക്ക്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അങ്ങനെ അമൽ ഇപ്പോ അതെ അയ്യോ കാണുന്നില്ല, പ്രഷർ കാണാൻ പറ്റില്ല. ഓക്കെ, ഇതെല്ലാം കണ്ടിട്ട് അസൂയ മൂത്ത് നിൽക്കുന്ന ശീർഷ നീ സംഗീനം വാരി കൊടുക്ക്. വെറൈറ്റി ആട്ടെ കൊടുക്ക്. നല്ല ഐഡിയ അല്ലേ? കൊടുക്ക്. 5 വർഷമായിട്ട് ഇവർ കൊടുത്ത് വാരി കൊടുത്തിട്ടില്ല. ഞാൻ കാരണക്കാരനായില്ലേ ഇപ്പൊ? ഓ ഇനി സംഗീതം നീ തിരിച്ചു കൊടുക്ക്. സന്തോഷമായില്ലേ? ഞാൻ ആൽക്കൂട്ടത്തിനെക്കാരും വാരി തരണില്ലടാ. ആൽക്കൂട്ടൻ ഞാൻ വാരി തരാം. ആൽക്കൂട്ടൻ ആരും വാരി കൊടുക്കില്ലാത്തോണ്ട് എന്റെ ആൽക്കൂട്ടൻ ഞാൻ വാരി കൊടുക്കുന്നത്. എന്റെ ആർമിക്ക് വേണ്ടി പണിയെടുത്ത ആൽക്കൂട്ടന്, രാപ്പകലില്ലാതെ പണിയെടുത്താണ്. അതെ, ആർമിക്ക് വേണ്ടി രാപ്പകൽ പണിയെടുത്ത ആൽക്കൂട്ടന്. ആൽക്കൂട്ട പിന്നെ നീ ബിഗ് ബോസ് കാണത്തില്ലായിരുന്ന? എന്നെ മാറ്റി നിർത്തിക്ക് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു? നിനക്ക് ജാസ്മിനെ കളയാൻ താല്പര്യം പറഞ്ഞായിരുന്നല്ലോ. നീ മൈക്കി പറ ജാസ്മിനെ കാണട്ടെ. മൈക്കി പറടാ, അത് കാണട്ടെ, പുറലോകം അറിയട്ടെ. നിനക്ക് ജാസ്മിനോട് ക്രഷ് ഉണ്ടായിരുന്നോ? പ്രശ്നമൊന്നുമില്ല. പിന്നെ പറയടാ. എടാ നിനക്ക് സീരിയസ് ചോദിച്ചോ, പറ. നിനക്ക് ജാസ്മിനോട് ക്രഷ് ഉണ്ടായിരുന്നോ? പിന്നെ എടാ അന്ന് ഓക്കെ, ഈ സീസണിൽ നിനക്ക് ക്രഷ് തോന്നി ആരോടായിരുന്നു? ക്രഷ് ആരോടും ഇല്ല. അല്ല ക്രഷ് സീരിയസ് ആയിട്ട് പറ, ക്രഷ് തോന്നി ആരോടാന്ന് പറ. ക്രഷ് അങ്ങനെ ആരോടും തോന്നിയിട്ടൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരായിരുന്നു? ഇഷ്ടം നമ്മുടെ സിജോനെ. അല്ല അതല്ല, ഞാൻ എന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജാസ്മിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, സരി പറടാ. സരിന നിനക്ക് ആരായിരുന്നു? ഞാൻ എന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നിനക്ക് വേറെ ആരായിരുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അർജുനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ക്രഷ് ഒന്നും ഇറങ്ങാനുണ്ടോ നിനക്ക്? വൈഫ് അല്ല, എന്നാലും വൈഫിനെ അറിയാണ്ട് നിന്റെ സ്വഭാവം വെച്ചിട്ട് നിനക്ക് ക്രഷ് ഒന്നുമില്ലോ. വൈഫ് ഉണ്ടെങ്കിലും ശ്രീധനോടായിരുന്നു ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സീരിയൽ കാണുമ്പോൾ നിനക്ക് ക്രഷ് ഉണ്ടായിരുന്നു. നീ അമലിന് കൊടുക്ക്. അമൽ നീ എന്നാലും കല്യാണം കഴിച്ചത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടല്ലേ? അതെ. അല്ല എന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു? അർജുനായിരുന്നു കൂടുതൽ നല്ല ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നമുക്ക് ഇഷ്ടം. അതെ, നീ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. രാഗിക്കാരായിരുന്നു ഇഷ്ടം? അർജുനായിരുന്നു. അമൽ ആരോട് അതോടെ പറ. അല്ല പറയണം. ഇല്ല, അങ്ങനെ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വിയർക്കുന്നുണ്ട്. അറിയില്ല, കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ശ്രീധുവിനെ നമുക്ക് ഇതുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടമായിരുന്നു. ഇഷ്ടം മീൻസ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഇഷ്ടമില്ലായിരുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ ആളുണ്ടായിരുന്നല്ലോ, റസ്മിൻ. ഫീൽഡാണ്. അപ്പൊ റസ്മിന്റെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോ വിവേക് പറടാ, നിനക്ക് ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആക്ച്വലി ഞാൻ ബിഗ് ബോസ് കാണാറില്ല. അല്ല എന്നാലും ഇപ്പൊ നിന്റെ കൂട്ടുകാരനല്ല അർജുനായിരുന്നു കൂടുതൽ ഇഷ്ടം? പിന്നെ എന്തായാലും ഇപ്പം എന്നെ മാറ്റിയേക്ക്. എന്നെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അർജുനായിരുന്നു ഇഷ്ടം. ആരുടെങ്കിലും ക്രഷ് വല്ലതും തോന്നിയിട്ടുണ്ടോ നിനക്ക്? അങ്ങനെയില്ല. ഇനി അടുത്തത് ഐശ്വര്യല്ലേ ഉള്ളത്, പറ.
അപ്പൊ അർജുനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരായിരുന്നു? അർജുനെ തന്നെയായിരുന്നു ഇഷ്ടം. അർജുനായിരുന്നു. സരി കേക്കാട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ക്രഷ് ഉണ്ടോന്നല്ലേ? ഉണ്ട്, അർജുനെ തന്നെ ക്രഷ് ആയിട്ടുണ്ടായിരുന്നു. സരി കേട്ടല്ലോ, അർജുന ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം കലങ്ങി. കേട്ടല്ലോ, അർജുനോട് ക്രഷ് ഉണ്ടായിരുന്നു. ക്രഷ് ഉണ്ടായിരുന്നു. അവന് ശ്രീധുവിനോട് ക്രഷ് ഉണ്ടായിരുന്നു. അവൻ എല്ലാവരുടെ ക്രഷ് ഉണ്ടായിരുന്നു. അവൻ ചുമ്മാ അവനെ വാ എടുത്ത കള്ളത്തിന് വാർത്ത പറ. ഇനി റസി പറ. ഞാൻ ബിഗ് ബോസ് കാണാറില്ലായിരുന്നു, പക്ഷെ ഞാൻ ബിഗ് ബോസ് ഇൻസ്റ്റയിലൂടെ വിളിച്ചാ പോവോ? ഇനി ഉറപ്പായിട്ടും പോകത്തില്ല. അതെന്താ പോവാത്തെ? അല്ല, നമ്മളെ ഫാമിലിക്കൊന്നും അത് ഇഷ്ടമല്ല. എനിക്കും അതിനെ പ്രത്യേക താല്പര്യം ഫാമിലിക്കൊന്നും ഇഷ്ടമല്ലാതെ എന്തോ ബിഗ് ബോസിന് ആരാ സമ്മതിക്കത്? വീട്ടിലാരാ സമ്മതിക്കാത്താരാ? അല്ല, അങ്ങനെ സമ്മതിക്കത്തല്ല, ആരാ? ഭർത്താവാണോ? ആർക്കും ഇഷ്ടമല്ല. അപ്പൊ എനിക്കും അതിനോട് റസി ബിഗ് ബോസിനെ പറ്റി പോകുന്നതിനെ പറ്റി അൽക്കുട്ടിന്റെ അഭിപ്രായം പറഞ്ഞേ. റസി പോയാ ഇവിടെ ആർമിയൊക്കെ ഇപ്പൊ തുടങ്ങും. വിജയിപ്പിച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച പ്രോപ്പർട്ടി അമ്മ നേരത്തെ പറഞ്ഞ പോലെ എൻഗേജ് എന്ന് പറയുന്ന വാതിരപ്പള്ളിയിലെ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇപ്പോൾ നൈറ്റാണ്. നമ്മുടെ ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. ഇത് നമ്മുടെ ആലപ്പുഴയിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ്. നമുക്ക് ഡൈനിങ്ങിൽ തന്നെ ഫുഡ് പ്ലസ് നമുക്കിവിടെ ബിയർ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. ഒരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആംബിയൻസ് ഇങ്ങനെയാണ്. മഴയില്ലാത്ത സമയത്ത് നമുക്കിവിടെ ഈ റൂഫ് കൂടെ മാറ്റിത്തരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങളിത് എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഫുഡ് ഇഷ്ടപ്പെട്ടോ? നല്ല ഫുഡാണ്. ആംബിയൻസ് എങ്ങനെയുണ്ട്? നമുക്ക് ഫാമിലി ആയിട്ടാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഗെറ്റ് പറ്റിയ ഒരു എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫുഡ് വ്ളോഗർ എങ്ങനെ ഉണ്ടായിരുന്നു? മദർ ഐശ്വര്യ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുക. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഒപ്പീനിയൻസ് കൂടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവരുമായിട്ട് എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ എല്ലാവരും ബൈ കൊടുത്തേ. ബൈ. ബാ. അപ്പോൾ ബൈ.